സോ ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ വീണ്ടും പറയുന്നു, സെക്ഷൻ ബി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബോണ്ട്സിൻ്റെ കാര്യമായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ബോണ്ട് എന്താണ്, ബോണ്ടിന് എങ്ങനെയാണ് വാല്യൂ വരുന്നത്, എന്താണ് മെച്യൂരിറ്റി ഡേറ്റ്, എന്താണ് ഇഷ്യൂ പ്രൈസ്, എങ്ങനെയാണ് അവർക്ക് റിട്ടേൺ കിട്ടുന്നത്, ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അടുത്ത ചോദ്യം, എങ്ങനെയാണ് ഒരു ബോണ്ടിൻ്റെ സെയിൽ പ്രൈസ് ഫിക്സ് ചെയ്യുക? എങ്ങനെയാണ് ഒരു ബോണ്ടിൻ്റെ സെയിൽ പ്രൈസ് ഫിക്സ് ചെയ്യുക? നമ്മൾ പറഞ്ഞു, ഒരു ബോണ്ട് അവരുണ്ടാക്കും, അതിൽ പറയും $1000 ആണ് അതിൻ്റെ ഫേസ് വാല്യൂ, 10% ആണ് അതിൻ്റെ കൂപ്പൺ റേറ്റ്, മെച്യൂരിറ്റി എന്നുള്ളത് 5 years ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ബട്ട് ഇത് 1000 രൂപയ്ക്ക് തന്നെയാണോ നമ്മൾ സെല്ല് ചെയ്യുന്നത്? $1000 തന്നെയാണോ നമ്മൾ സെല്ല് ചെയ്യുന്നത്? അതോ അതിനേക്കാളും കുറഞ്ഞ പ്രൈസിലായിരിക്കുമോ, അതോ അതിനേക്കാളും കൂടിയ പ്രൈസിലായിരിക്കുമോ? ബോണ്ട് ഫേസ് വാല്യൂ ഇതാണ്. എന്ത് പ്രൈസിനാണ് നമ്മൾ പുറത്തുള്ള കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നമുക്ക് പൈസ തരേണ്ട ലെൻഡേഴ്സിന് എന്ത് പ്രൈസിലായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത്? ദ സെയിൽ പ്രൈസ് ഓഫ് ബോണ്ട്. ബോണ്ട് എന്ത് പ്രൈസിലാണ് സെല്ല് ചെയ്യുന്നത്? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, വാല്യുവേഷൻ കോൺസെപ്റ്റ്. ഇത് നമ്മൾ വീണ്ടും സെക്ഷൻ ഇയിൽ പഠിച്ച ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു പോകാനുണ്ട്. ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോസിൻ്റെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെ പ്രസൻറ്റ് വാല്യൂവിലേക്ക് എത്തിക്കണം. അതാണ് ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ എന്നുള്ളത്. എന്ത് ഇൻസ്ട്രുമെൻറ്റും ആയിക്കോട്ടെ, ഒരു കമ്പനിയുടെ പോയിൻ്റ് ഓഫ് വ്യൂ നിന്ന് നോക്കിയാൽ അവർ $100 ഉണ്ടാക്കി, $100 ഉണ്ടാക്കി ഇങ്ങനെ പോവുക. ഈ 4 yearsലെ $100 ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ ആണ് ആ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ. ഓക്കെ ആണോ? അതുപോലെ തന്നെ ബോണ്ട് സെയിൽ ചെയ്യുക പ്രസൻറ്റ് വാല്യൂവിലാണ്. എന്തിൻ്റെ പ്രസൻറ്റ് വാല്യൂവിൽ? അതിൻ്റെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂവിൽ. ഈ ബോണ്ടിൽ നിന്ന് എത്ര ക്യാഷൊക്കെയാണോ പേ ചെയ്യേണ്ടി വരുന്നത് എന്നുകൂടെ പറ. ഈ ബോണ്ട് കാരണം എത്രയൊക്കെ ക്യാഷ് ഫ്ലോസ് ആണോ പേ ചെയ്യേണ്ടി വരുന്നത്, അതിൻ്റെ പ്രസൻറ്റ് വാല്യൂവിനെയാണ് ആ ബോണ്ടിൻ്റെ സെയിൽ പ്രൈസ് എന്ന് വിളിക്കുക. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്കറിയാം, ആദ്യത്തെ വർഷം 80 ഇൻട്രസ്റ്റ് കൊടുത്തു, രണ്ടാമത്തെ വർഷം 80 ഇൻട്രസ്റ്റ് കൊടുത്തു, മൂന്നാമത്തെ വർഷം 80 ഇൻട്രസ്റ്റ് കൊടുത്തു, അങ്ങനെ 10 years 80 വെച്ച് ഇൻട്രസ്റ്റ് കൊടുത്തു. ലാസ്റ്റ് ഇയറിൽ 80 ഇൻട്രസ്റ്റും കിട്ടി, 1000 എന്നുള്ള ഫേസ് വാല്യൂവും കിട്ടി. സോ ഈ ഓരോ വർഷത്തെയും പ്രസൻറ്റ് വാല്യൂ കണ്ടെത്തുക. ചിലപ്പോൾ ഇവിടെ ഒരു 72 വരും, ചിലപ്പോൾ ഇവിടെ ഒരു 65 ആയിരിക്കും. ഇങ്ങനെ പ്രസൻറ്റ് വാല്യൂ കണ്ടെത്തി ഇതിൻ്റെ ടോട്ടൽ ഓഫ് ദിസ് ഓൾ പ്രസൻറ്റ് വാല്യൂസ് ആണ് ആ ഒരു ബോണ്ടിൻ്റെ സെല്ലിംഗ് പ്രൈസ്. ക്ലിയർ ആണോ? ബോണ്ട് വാല്യുവേഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ചെയ്യുന്നുണ്ടാവുക. ബോണ്ട് സെയിൽ ചെയ്യുന്നത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ക്യാഷ് ഫ്ലോസിൻ്റെ എല്ലാം പ്രസൻറ്റ് വാല്യൂ എന്താണോ ആ ഒരു പ്രൈസിലായിരിക്കും. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ക്യാഷ് ഫ്ലോസ് എന്താണ്? ഒരു ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് വരും. അതുപോലെ തന്നെ ലാസ്റ്റ് ഇയറിൽ മെച്യൂരിറ്റി ആവുന്ന ടൈമിൽ ആ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണോ അതിൻ്റെ റീപേയ്മെൻറ്റും വരും. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ 80 വെച്ചായിരുന്നു 1 ഇയറിൽ. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയറിൽ ഒരു 1000 ആയിരുന്നു. സോ ഈ 1000ഉം 80 വെച്ച് 10 years, ഇതിൻ്റെ ഒരു പ്രസൻറ്റ് വാല്യൂ ആണ് ഈ ബോണ്ടിൻ്റെ സെയിൽസ് പ്രൈസ് എന്നുള്ളത്. അത് ഈസി ആലോചിച്ചാൽ മതി. ആ ഒരു ബോണ്ട് കാരണം എത്രയൊക്കെ ക്യാഷ് ഫ്ലോസ് വരുന്നുണ്ടോ ഫ്യൂച്ചറിൽ, ആ ക്യാഷ് ഫ്ലോസിനെ എല്ലാം കൂടെ കൂട്ടി ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂവിലേക്ക് എത്തിക്കുക. ആ പ്രസൻറ്റ് വാല്യൂ ആയിരിക്കും ആ ബോണ്ടിൻ്റെ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത് നോക്കാം. ഡിസ്കൗണ്ടിങ് റേറ്റ് ആയിട്ട് എടുക്കേണ്ടത് മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, അല്ലാതെ കൂപ്പൺ റേറ്റ് അല്ല. അതിൽ കൂപ്പൺ റേറ്റ് ആയിട്ട് ഒരു 6% ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. ബട്ട് അതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഒരു 8% ആയിരിക്കും. അങ്ങനെയുള്ള മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ വേണം ഡിസ്കൗണ്ടിങ് റേറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതെങ്ങനെ കണ്ടുപിടിക്കും? വളരെ സിമിലർ ആയിട്ടുള്ള ബോണ്ട് കണ്ടുപിടിക്കണം. സിമിലർ ടേംസും സിമിലർ റിസ്ക്കും വരുന്നത്. ആ ഒരു ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ഡിസ്കൗണ്ടിങ് റേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. സോ അതിനെയാണ് സിംപ്ലി മാർക്കറ്റ് റേറ്റ് എന്ന് പറയുക. ഓക്കെ അല്ലേ? ഇനി മാർക്കറ്റ് റേറ്റും സ്റ്റേറ്റഡ് റേറ്റും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. സ്റ്റേറ്റഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി കൂപ്പൺ റേറ്റ് നമുക്ക് നോക്കാം. ഇത് വളരെ കോറായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റാണ് കേട്ടോ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കടാ. നമ്മുടെ ബോണ്ടിൻ്റെ കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് 4%. ബട്ട് നമ്മൾ ഇപ്പോൾ ഇതിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന റിട്ടേൺ മാർക്കറ്റ് റേറ്റിൽ ഒരു 7% കൊടുക്കുന്നുണ്ട്. അതായത് 3% അധികം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ചെയ്യേണ്ടത്?
അപ്പോൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? അറ്റ് ദ എൻഡ് ഇവർക്ക് കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് ഈ 4% റിട്ടേണേ കിട്ടാൻ പാടുള്ളൂ. എപ്പോഴും എഫക്റ്റീവ് റേറ്റ് എന്ന് പറയുന്നത് ആ ഒരു കൂപ്പൺ റേറ്റ് തന്നെയായിരിക്കണം. അവർ നേരത്തെ എക്സാമ്പിൾ പ്രകാരം 10 ഇയേഴ്സാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ആ 10 ഇയേഴ്സ് കൊണ്ട് അവർക്ക് കിട്ടുന്ന റിട്ടേൺ ഈ കൂപ്പൺ റേറ്റ് ആയിട്ടുള്ള 4% ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവർക്ക് ഇപ്പോൾ കിട്ടുന്ന റിട്ടേൺ 3% കൂടുതലാണ്. സോ അതുകൊണ്ട് നമുക്കിപ്പോൾ എന്തിന് നമ്മൾക്ക് അങ്ങ് ഇഷ്യൂ ചെയ്യാം? ഡിസ്കൗണ്ടിൽ അങ്ങോട്ട് നമുക്ക് ഇഷ്യൂ ചെയ്യാമെന്ന് പറയും. കാരണം റിട്ടേൺ ഓൾറെഡി കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് അത് കുറച്ചിട്ട് 1000-ന് പകരം ഒരു 900-ന് നമുക്ക് ഇഷ്യൂ ചെയ്യാം. 1000-ന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഒരു 900-ൽ നമുക്ക് ഇഷ്യൂ ചെയ്യാം. ഡിസ്കൗണ്ടിലായിരിക്കും നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണോ? മനസ്സിലായോ? കണ്ടോ, മാർക്കറ്റ് റേറ്റ് കൂടുതലാണ്, സ്റ്റേറ്റഡ് റേറ്റിനേക്കാളും മാർക്കറ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ ബോണ്ട് സെല്ല് ചെയ്യുന്നത് ഡിസ്കൗണ്ടിലായിരിക്കും. ഇനി മാർക്കറ്റ് റേറ്റ് കുറവാണ്, സ്റ്റേറ്റഡ് പ്രൈസാണ് കൂടുതൽ, മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് കുറവാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് 1100-നായിരിക്കും നമ്മൾ സെല്ല് ചെയ്യുക, പ്രീമിയത്തിലായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടാവുക, എബവ് പാർ എന്നുള്ള രീതിയിൽ. സോ മാർക്കറ്റ് റേറ്റ് ആണ് കൂടുതൽ, നമ്മുടെ കൂപ്പൺ റേറ്റിനേക്കാളും കൂടുതലാണ് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എങ്കിൽ എപ്പോഴും ഡിസ്കൗണ്ടിലായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടാവുക. ഇനി മാർക്കറ്റ് റേറ്റ് ആണ് കുറവ്, സ്റ്റേറ്റഡ് റേറ്റ് ആണ് കൂടുതലായിട്ട് നിൽക്കുന്നതെങ്കിൽ നമ്മൾ പ്രീമിയത്തിലായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണോ? കാരണം നമ്മുടെ സ്റ്റേറ്റഡ് റേറ്റിൽ നിന്നാണ് നമുക്ക് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റഡ് റേറ്റ് ആണ് നമ്മുടെ ആക്ച്വലി ഉള്ള റിട്ടേൺ. നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്ന ഏതാടാ? നമ്മൾ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് മാർക്കറ്റ് റേറ്റ് ആയിരിക്കും. ആൻഡ് നമ്മുടെ റിട്ടേൺ, ആക്ച്വൽ റിട്ടേൺ എന്ന് പറയുന്നത് എപ്പോഴും ഈ സ്റ്റേറ്റഡ് പ്രൈസ്, കൂപ്പൺ റേറ്റ് ആയിരിക്കും. നമുക്ക് എപ്പോഴും ഇൻട്രസ്റ്റ് കിട്ടുക ഫേസ് വാല്യൂ ആയിട്ടുള്ള 1000, അതിൻ്റെ മേലെ കൂപ്പൺ റേറ്റ് ആയിട്ടുള്ള 4%. സോ 40 വെച്ചായിരിക്കും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടാവുക. ഇനി ഇതൊന്ന് വളരെ ഇതായിട്ട് ചിന്തിച്ച് നോക്കിക്കേ, ഇതെല്ലാം വായിച്ചുകളാം, വളരെ കൂളായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇത് കുറച്ച് കത്താൻ ബുദ്ധിമുട്ടുള്ള കോൺസെപ്റ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സ്റ്റേറ്റഡ് റേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ആദ്യം പറഞ്ഞപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് വീണ്ടും ജസ്റ്റ് ഒന്നുകൂടി പറയുന്നത്. സ്റ്റേറ്റഡ് റേറ്റ് നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ ആട്ടോ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. സ്റ്റേറ്റഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഒരു 4% ആണ്. സ്റ്റേറ്റഡ് റിട്ടേൺ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഒരു 4% ആണ്. മാർക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 9%. ശരിക്കും ആലോചിച്ച് നോക്കടാ, 9% റിട്ടേൺ കിട്ടേണ്ടതാ, നമുക്ക് എത്രയാണ് കിട്ടുന്നുള്ളൂ? 4% റിട്ടേൺ കിട്ടുന്നുള്ളൂ. നമുക്ക് ശരിക്കും മാർക്കറ്റിലുള്ള അത്രയും റിട്ടേൺ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഓക്കെ, എന്നാൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത്രയും പൈസ തരണ്ട, 1000 എന്നുള്ള പൈസ തരണ്ട, 900 എന്നുള്ള ഒരു പൈസ തന്നാൽ മതി. ആൻഡ് മെച്യൂരിറ്റി ആകുമ്പോൾ റിട്ടേൺ തരുമ്പോൾ നിങ്ങൾക്ക് ഈ 1000 തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇറക്കിയിട്ടില്ലാത്ത ഒരു എക്സ്ട്രാ 100 നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? അപ്പോൾ അത് വെച്ച് അങ്ങോട്ട് ടാലി ആയി പൊക്കോളൂ എന്ന് പറയും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ സ്റ്റേറ്റഡ് റേറ്റ് ആയിട്ടുള്ള 4% ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിട്ടേൺ. ബട്ട് മാർക്കറ്റ് റേറ്റ് 9 അതിനേക്കാളും കൂടുതൽ കിട്ടാൻ നമുക്ക് അർഹതയുണ്ട്, പക്ഷെ 4 നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഒരു കാര്യം ചെയ്യ്, ഫേസ് വാല്യൂ ആയിട്ടുള്ള 1000 ഒന്നും നിങ്ങൾ തരണ്ട, ഡിസ്കൗണ്ടിൽ ഒരു 900 നിങ്ങൾ തന്നാൽ മതി പർച്ചേസ് ചെയ്യുമ്പോൾ. എന്നിട്ട് 10 വർഷം മെച്യൂരിറ്റി കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഫേസ് വാല്യൂ ആയിട്ടുള്ള 1000 തന്നെ നിങ്ങൾ ഇടാത്ത ഒരു 100 കൂടെ കൂട്ടി ഞങ്ങൾ തന്നോളാം. അപ്പോൾ ആ കിട്ടാതെ പോയ ഇൻട്രസ്റ്റ് ഇവിടെ ടാലി ആയിക്കോളും എന്ന് പറയും. ഇതേ കോൺസെപ്റ്റാണ് അടുത്തത്. ഒന്ന് റിവേഴ്സ് ചെയ്ത് ആലോചിച്ച് നോക്കിക്കേ. മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 5%. ആക്ച്വലി നമുക്ക് കിട്ടുന്നത് ഒരു 8%. സ്റ്റേറ്റഡ് റേറ്റ് ആണല്ലോ നമുക്ക് ആക്ച്വലി കിട്ടുന്നത്. അത് നമ്മുടെ മാർക്കറ്റ് റേറ്റിനേക്കാളും 3% കൂടുതലാണ്. നമുക്ക് 3% കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, കിട്ടുന്നതിനേക്കാളും 3% കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ കമ്പനി പറയും 1000 ആണ് ഫേസ് വാല്യൂ, പക്ഷേ നിങ്ങൾക്ക് മാർക്കറ്റ് റേറ്റിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് ഞങ്ങൾ തരുന്നുണ്ട്, അതുകൊണ്ട് 1000 പോരാ, ഒരു 1050, ഒരു 50 രൂപ കൂടുതൽ തന്നേക്ക്. കാരണം ഇൻട്രസ്റ്റ് ഞങ്ങൾ കൂടുതൽ തരുന്നുണ്ടല്ലോ. മാർക്കറ്റ് റേറ്റ് വെറും 5% ഉള്ളൂ, ബട്ട് നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നത് 8% ആണ്, 3% കൂടുതൽ തരുന്നില്ലേ? അതുകൊണ്ട് 1000 എന്നുള്ള ഫേസ് വാല്യൂ പോരാ, പ്രീമിയം
1,050 നിങ്ങൾ ഞങ്ങൾക്ക് തരണം. ആൻഡ് നിങ്ങൾക്ക് 10 വർഷം കഴിഞ്ഞ് തിരിച്ചു തരുമ്പോൾ ഈ 1000 തരുള്ളൂ. സോ 50 രൂപ ഇപ്പോൾ അധികം കൊടുക്കുന്നതുകൊണ്ടാണ് അവർക്ക് മാർക്കറ്റ് റേറ്റിനേക്കാളും 3% കൂടുതൽ കിട്ടുന്നത്. സോ ഇതിങ്ങനെ ഒരു റൂളായിട്ട് തന്നെ പഠിച്ചിരുന്നോളുക. അതിൻ്റെ കോൺസെപ്റ്റാണ് ഇപ്പോൾ പറഞ്ഞത്. സിമ്പിളാണ്, വളരെ ലോജിക്കലായിട്ടൊന്ന് ആലോചിച്ചാൽ മതി. മാർക്കറ്റ് റേറ്റ് ആണ് കൂടുതലെങ്കിൽ, നമുക്ക് കിട്ടുന്നതിനേക്കാളും മാർക്കറ്റ് റേറ്റ് ആണ് കൂടുതലെങ്കിൽ ഡിസ്കൗണ്ട് ആയിരിക്കും. കാരണം നമുക്ക് കിട്ടേണ്ട അത്രയും പോലും കിട്ടുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഡിസ്കൗണ്ടിലേ മേടിക്കൂ. ഇനി മാർക്കറ്റ് റേറ്റ് കുറവാണ്, സ്റ്റാൻഡേർഡ് മാർക്കറ്റ് റേറ്റ് കുറവാണ്, അതായത് നമുക്ക് കിട്ടേണ്ടതിനേക്കാളും കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ പ്രീമിയം കൊടുത്ത് വേണം നമ്മൾ മേടിക്കാൻ. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ആലോചിച്ചേ. നമുക്ക് കിട്ടേണ്ട അത്രയും പോലും കിട്ടുന്നില്ല, മാർക്കറ്റ് റേറ്റിൻ്റെ അത്രയും പോലും കിട്ടുന്നില്ല എങ്കിൽ ഡിസ്കൗണ്ടിലായിരിക്കും നമ്മൾ മേടിക്കുക, ചെറിയ പൈസയ്ക്കായിരിക്കും മേടിക്കുക. പക്ഷെ മാർക്കറ്റ് റേറ്റിനേക്കാളും കൂടുതൽ കിട്ടുന്നില്ലേ, കുറച്ചധികം പൈസ കൊടുത്ത് പ്രീമിയം എമൗണ്ടിലായിരിക്കും മേടിക്കുക. ആൻഡ് ഇഫ് മാർക്കറ്റ് റേറ്റും സ്റ്റേറ്റഡ് റേറ്റും സെയിം ആണ്, രണ്ടും ഒരു 5% ആണെങ്കിൽ പാർ വാല്യൂവിൽ തന്നെ 1000 എന്നുള്ള വാല്യൂവിൽ തന്നെയായിരിക്കും നമ്മളിത് സെല്ല് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ ആണോ? എങ്ങനെയാണ് സെയിലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാമെന്നാണ് നമ്മൾ ഇത്രയും നേരം കൊണ്ട് നമ്മൾ പഠിച്ചത്. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും എനിക്കറിയാം, ബട്ട് ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് നല്ല തറവായിരിക്കണം. മാർക്കറ്റ് റേറ്റും സ്റ്റേറ്റഡ് റേറ്റും സെയിം ആണെങ്കിൽ 1000 എന്നുള്ള റേറ്റ് തന്നെ. മാർക്കറ്റ് റേറ്റ് ആണ് കൂടുതലെങ്കിൽ ഡിസ്കൗണ്ടിലായിരിക്കും, മാർക്കറ്റ് റേറ്റ് ആണ് കുറവെങ്കിൽ പ്രീമിയത്തിലായിരിക്കും. ഓക്കെ അല്ലേ? സോ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഇവിടെ വെച്ച് ഈ വീഡിയോ പോസ് ചെയ്യുക, ലാസ്റ്റ് പറഞ്ഞ ഭാഗം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് ക്ലിയർ ആക്കിയിട്ട് മാത്രം മുമ്പോട്ട് പോവുക. ഓക്കെ, സോ നമുക്ക് നോക്കാം ബാക്കി കീ ടേംസ് എന്താണെന്ന്. ഒന്നുമില്ലടാ, ഡിസ്കൗണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഫേസ് വാല്യൂ മൈനസ് സെല്ലിംഗ് പ്രൈസ്, അവിടെ ഫേസ് വാല്യൂ ആയിരിക്കും കൂടുതൽ സെല്ലിംഗ് പ്രൈസിനേക്കാളും. സോ 1100 എന്നുള്ളതാണ് ഡിസ്കൗണ്ട് വരിക. പ്രീമിയം എന്താണെന്ന്, ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും കൂടുതൽ, ഒരു 1050 ആയിരിക്കും സെല്ലിംഗ് പ്രൈസ്, ഫേസ് വാല്യൂ 1000 ആയിരിക്കും. സോ 50 ആയിരിക്കും പ്രീമിയം എന്നുള്ളത്. ഇനി ബോണ്ട് കോട്ട് എന്താണെന്ന്, ബോണ്ട് കോട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 1000 ആയിരിക്കും ജനറൽ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, 1000 ആയിരിക്കും നോർമലി ഉള്ള ബോണ്ടിൻ്റെ വാല്യൂ. ഇതിപ്പോൾ ഒരു 950ക്കാണ് വിൽക്കുന്നതെങ്കിൽ ഇതിന് എപ്പോഴും 100ൻ്റെ ടേംസിലേക്ക് കൊണ്ടുപോവുക. അതുകൊണ്ട് എപ്പോഴും 100ൻ്റെ ഒരു പെർസെൻറ്റേജ് പോലെ 100ൻ്റെ ടേംസിലേക്ക് കൊണ്ടുവരിക. സോ 950 എന്നുള്ളത് 95 ആവും. ഇതിപ്പോൾ ഒരു 1100 ആണെങ്കിൽ 110 ആവും. അതുപോലെ 100ൻ്റെ ടേംസിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ബോണ്ട് കോട്ടെന്ന് പറയുക. കണ്ടോ, 914.6 എന്നുള്ളത് 91.46 ബോണ്ട് കോട്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ? സോ അടുത്തത് നോക്കാം. ജസ്റ്റ് ചെറിയൊരു കൺസെപ്റ്റും കൂടെ ഇഷ്യൂവൻസ് കോസ്റ്റ്. നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ മുദ്രപത്രത്തിനൊക്കെ ഒരു വില ഉള്ളതുപോലെ തന്നെ ഈ ബോണ്ടും ഇഷ്യൂ ചെയ്യാൻ എന്തുണ്ടാവും? ബോണ്ടും ഇഷ്യൂ ചെയ്യാൻ ഒരു കോസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ 1000 എന്നുള്ളത് ആണ് നമ്മുടെ ബോണ്ടിൻ്റെ ഫേസ് വാല്യൂ 1000 ആണ്. ഇത് നമ്മളൊരു 1200-നാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. ഇതിന് ഇഷ്യൂവൻസ് കോസ്റ്റായിട്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഒരു 40 രൂപ ചിലവ് വന്നു. സോ ബാലൻസ് 1160 ആയിരിക്കും നമുക്ക് കയ്യിൽ കിട്ടുന്ന പ്രൊസീഡ്സ്. നമ്മുടെ കമ്പനിക്ക് കിട്ടുന്ന പ്രൊസീഡ്സ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് ഇഷ്യൂവൻസ് കോസ്റ്റും കൂടെ കഴിഞ്ഞിട്ടുള്ള പൈസ മാത്രമേ കമ്പനിക്ക് കയ്യിൽ കിട്ടുന്നുണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? ഇനി പറയുന്നത് എന്താ, ഈ ഇഷ്യൂവൻസ് കോസ്റ്റിൽ എന്തൊക്കെ ഉൾപ്പെടും എന്നാണ് ജസ്റ്റ് പറയുന്നത്. ഇഷ്യൂവൻസ് കോസ്റ്റിൽ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ഉണ്ടാവും, ആ എഴുതുന്നവർക്ക് കൊടുക്കേണ്ടത്, ലീഗൽ ഫീസ് ഉണ്ടാവും, അക്കൗണ്ടിങ് ഫീസസ് വരാം, പ്രൊമോഷന് വേണ്ടി കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു ബോണ്ട് ഉണ്ട്, ഞങ്ങളുടെ കമ്പനിയുടെ ബോണ്ട് വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ് പ്രൊമോഷനും അഡ്വർടൈസിങ്ങും ചെയ്യില്ലേ, അങ്ങനെയുള്ള എല്ലാ കോസ്റ്റുകളും, ലീഗൽ ഫീസ്, അക്കൗണ്ടിങ് ഫീസ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, പ്രൊമോഷണൽ ഫീസ്, ഇതെല്ലാത്തിനെയും ഇഷ്യൂവൻസ് കോസ്റ്റിൽ നമുക്ക് കൂട്ടാം. ഇത് കുറച്ച് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് അതെല്ലാം കൂട്ടിയപ്പോൾ വീണ്ടും ഒരു എക്സാമ്പിൾ 1300-നാണ് നമ്മൾ സെല്ല് ചെയ്തത്. ഈ എല്ലാ കോസ്റ്റും കൂടെ ഒരു 150 വന്നുവെങ്കിൽ അത് മൈനസ് ചെയ്ത് ബാലൻസ് 1150 ആയിരിക്കും നമുക്ക് കിട്ടുന്ന പ്രൊസീഡ്സ് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇഷ്യൂവൻസ് കോസ്റ്റ് എന്താണ്? പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് ഇഷ്യൂവൻസ് കോസ്റ്റും കൂടെ കുറച്ചിട്ടുള്ളതാണ് പ്രൊസീഡ്സ് ആയിട്ട് കയ്യിൽ കിട്ടുന്നുണ്ടാവുള്ളൂ. സോ ഇത്രയും മതി ഈ ഒരു വീഡിയോയിൽ. നമ്മൾ സെല്ലിംഗ് പ്രൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നുള്ള ബേസിക് കോൺസെപ്റ്റാണ് നമ്മൾ പറഞ്ഞത്. സെല്ലിംഗ് പ്രൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക? ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ക്യാഷ് ഫ്ലോസ് ഒരു 100 കിട്ടി, ഒരു 100 കിട്ടി, ഒരു ഒരു 100 കിട്ടി, വീണ്ടും ഒരു 100 കിട്ടി. ലാസ്റ്റ് വർഷം 100 ഫേസ് വാല്യൂവും
100 ഇൻട്രസ്റ്റും 100 ഫേസ് വാല്യൂവും 1000 ഇൻട്രസ്റ്റും കൂടെ കൂട്ടി 1100 കൂട്ടി. ഇതിനെ എല്ലാത്തിനെയും കൂടെ കൂട്ടി പ്രസൻറ്റ് വാല്യൂ ആക്കുക. ആ പ്രസൻറ്റ് വാല്യൂയുടെ ടോട്ടലിനെ ആയിരിക്കും നമ്മൾ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് മാർക്കറ്റ് റേറ്റും സ്റ്റേറ്റഡ് റേറ്റും തമ്മിൽ കൂട്ടി നോക്കുക. മാർക്കറ്റ് റേറ്റ് ആണ് കൂടുതലെങ്കിൽ, ഇതാണ് ഈ ഗോൾഡൻ റൂള്, മാർക്കറ്റ് റേറ്റ് ആണ് കൂടുതലെങ്കിൽ ഡിസ്കൗണ്ടിലായിരിക്കും. സ്റ്റേറ്റഡ് പ്രൈസ് ആണ് കൂടുതലെങ്കിൽ പ്രീമിയത്തിലായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. എങ്ങനെയാണ് ബോണ്ടിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാമെന്ന് മനസ്സിലായില്ലേ? ഒന്നുമില്ല, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ക്യാഷ് ഫ്ലോസിൻ്റെ ഇന്നത്തെ പ്രസൻറ്റ് വാല്യൂ ആണ് സെല്ലിംഗ് പ്രൈസ്. സോ ഇതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. വീണ്ടും ലാസ്റ്റ് എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസും കൂടി ഒന്ന് കാണും. ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസും കൂടെ കണ്ടാലാണ് മൊത്തത്തിൽ നമ്മുടെ തലയിൽ അത് ഇരിക്കുകയുള്ളൂ. സോ ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസും കൂടെ കണ്ടിട്ട് നിങ്ങൾ ബ്രേക്ക് എടുത്തോ. ഒരു ചെറിയ ഒരു 10 മിനിറ്റ് താഴെയുള്ള വീഡിയോയും കൂടി. ഓക്കെ.